നമസ്തേ. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടം കീഴടക്കുന്നതിന് മുൻപ് അതിന് ശ്രമിച്ചിരുന്ന പ്രതിനായകന്മാർ ഡച്ചുകാരായിരുന്നു. സ്കന്ദൻ രൂപാത്മനെ ജയിച്ച സ്ഥലം എന്ന നിലയ്ക്ക് തിരുച്ചെന്തൂർ ജയന്തിപുരം എന്ന പേരിലും വിഖ്യാതമാണ്. അവിടം ആക്രമിച്ച ഡച്ചുകാർ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ മാരകമായ രീതിയിൽ തകർത്തിരുന്നു. ഫ്രഞ്ച് രചയിതാവായ റെനൽ ഈ ക്ഷേത്ര ധ്വംസനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. 1648 ക്ഷേത്രത്തിലേക്ക് ഡച്ചുകാർ അതിക്രമിച്ചു കയറി അഗ്നി കൊളുത്തി ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പൂർണ്ണമായും അവർക്കത് നശിപ്പിക്കാൻ കഴിയാതെ പോയത് ക്ഷേത്ര ഗോപുരം മൂലമാണ്. ക്ഷേത്രത്തെ നശിപ്പിക്കാൻ മാത്രമല്ല അവർ ശ്രമിച്ചത്, മുരുകന്റെ സ്വർണ്ണ വിഗ്രഹവും നടരാജ വിഗ്രഹവും മോഷ്ടിച്ച് കപ്പലിൽ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. സമുദ്രപാതയിൽ എവിടെയോ വെച്ച് ഈ വിഗ്രഹങ്ങളുമായി അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല എന്ന സത്യം അവർക്ക് മനസ്സിലായി. കടലാണെങ്കിൽ ക്ഷുഭിതം, ആഞ്ഞടിക്കുന്ന തിരമാലകൾ കപ്പലിനെ മറിച്ചിടുമെന്ന അവസ്ഥയിലെത്തി. കൊടുങ്കാറ്റും കൂടി അതിന് അകമ്പടി സേവിച്ചപ്പോൾ ഭയന്ന ഡച്ചുകാർ വിഗ്രഹത്തെ കടലിലേക്ക് കളഞ്ഞു. അത് ചെകുത്താന്റെ പ്രതിമയാണ് എന്നാണ് അവർ കടലിൽ കളയുമ്പോഴും ആർത്തു വിളിച്ചിരുന്നത്. മുരുകന്റെ പരമഭക്തനായ പിള്ളയന്റെ സ്വപ്നത്തിൽ വന്ന അശരീരി ഇപ്രകാരമായിരുന്നു. സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു നാരങ്ങ പൊങ്ങി ഒഴുകുന്നുണ്ടായിരിക്കും. അതിനു മുകളിലായി അതിനെ വട്ടമിട്ടൊരു ഗരുഡൻ പറക്കുന്നുമുണ്ടാകും. അവിടെ നിന്ന് നഷ്ടപ്പെട്ട വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കപ്പലിലെത്തിയ പിള്ളയനും സംഘവും ഐതിഹ്യപ്രകാരം അങ്ങനെയാണ് തിരുച്ചെന്തൂരിലെ വിഗ്രഹം വീണ്ടെടുത്തത്. തൈപ്പൂയം വന്താ വഴി പിറക്കപ്പോറത് എന്നാണ് തമിഴ്നാട്ടിലെ ചൊല്ല്. ശൂരപത്മനെ നിഗ്രഹിച്ച ദിവസം നല്ല കാര്യങ്ങൾ ആരംഭിക്കാൻ മികച്ച ദിവസമാണ് എന്ന് ഭക്തർ കരുതുന്നു. ശിവാംശവീര്യം പേറുന്ന ഷൺമുഖൻ ജ്ഞാനത്തിന്റെ ഉറവിടം കൂടിയാണ്. ചെറുപ്രായത്തിൽ തന്നെ സാക്ഷാൽ മഹാദേവന് പോലും ഓംകാരപ്പൊരുൾ ഉപദേശിച്ചു നൽകിയ മഹാജ്ഞാനി, ആദിഗുരുവിന്റെ ഗുരുസ്ഥാനം അലങ്കരിച്ചവൻ. തമിഴർക്ക് മാത്രമല്ല മലയാളികൾക്കും വേലായുധൻ വികാരമാണ്. ഹിന്ദു വിരുദ്ധരുടെ അപഹാസ്യങ്ങൾക്കും കളിയാക്കലുകൾക്കും അപ്പുറം ഓരോ വർഷവും കാവടി ഏന്തുന്ന തൂക്കം നോക്കുന്ന ഭക്തർ അനവധിയാണ്. ദേവന്മാർക്കവൻ ദേവസൈന്യത്തിന്റെ അധിപതിയാണ്. അസുരന്മാർക്കവൻ ശൂരപത്മന്റെ ശിരസ്സെടുത്ത അജയ്യനായ യോദ്ധാവ്. ഔവ്വയാറിനെ പോലെയുള്ള ഭക്തർക്കോ അവൻ സ്വന്തമാണ്.